വിശദമായ വാർത്തയിലേക്ക് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയാൽ സംഘപരിവാറിനും BJPക്കുമെതിരെ ദീപിക എഡിറ്റോറിയൽ. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് ദീപിക എഡിറ്റോറിയൽ പറയുന്നത്. ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാർ മൗന സമ്മതം നൽകുകയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുന്നുവെന്നും ക്രിസ്മസിന് കേരളത്തിലും സംഘപരിവാർ സംഘടനകൾ പരീക്ഷണത്തിനിറങ്ങിയെന്നും ദീപിക എഡിറ്റോറിയൽ പറയുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, BJPയുടെ വലിയ ലക്ഷ്യം തന്നെ കേരളം ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ അത് കേരളത്തിലെ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു. പക്ഷേ ദീപിക അതുകൂടി അടവ് നയം എന്ന് തള്ളിപ്പറയുകയാണ്. രുചിഷ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ഇടങ്ങളിൽ ഉണ്ടായ ദീപികയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കെതിരായുള്ള ആക്രമണങ്ങളിൽ പല തവണ എഡിറ്റോറിയൽ ചെയ്തത്. പക്ഷെ ഇത്തവണത്തെ എഡിറ്റോറിയലിൽ ഈ BJP കേരളത്തിൽ സ്വീകരിക്കുന്ന നയമടക്കം എതിർത്തുകൊണ്ടും അതിനെ തുറന്നു കാണിച്ചുകൊണ്ടുമുള്ള ഒരു എഡിറ്റോറിയലാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രാജ്യത്ത് BJP അധികാരത്തിലെത്തിയതോടുകൂടി ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അക്രമങ്ങൾ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണക്കടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ദീപികയുടെ എഡിറ്റോറിയൽ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് കത്തയച്ചു. രാഷ്ട്രപതി മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചില്ല. പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. അന്ന് പ്രധാനമന്ത്രി ചില ഉറപ്പുകൾ നൽകുകയും ആശംസകൾ നേരുകയും അല്ലാതെ മറ്റ് നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. കാരണം ഈ ക്രൈസ്തവ സംഘടനാ നേതാക്കൾക്ക് നൽകിയ വിരുന്നിന്റെ സമയത്ത്, ക്രിസ്മസ് വിരുന്നിന്റെ സമയത്താണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. അന്ന് ക്രിസ്മസ് ആശംസ നേരുകയും മറ്റു ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തെങ്കിൽ പോലും മറ്റൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ദീപിക എടുത്ത് ചൂണ്ടിക്കാണിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇത് അക്രമം നടക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക്, വെറുപ്പും വിദ്വേഷവും വരുത്തുന്ന സംഘടനകൾക്ക്, ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ മൗന സമ്മതമുണ്ടതിന്റെ തെളിവായിട്ടാണ് പ്രധാനമായും ദീപിക എടുത്തു കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളവുമായി ബന്ധപ്പെട്ടാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ക്രൈസ്തവരോട് BJP കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ അടവ് നയം മാത്രമാണ് എന്നാണ് ഇക്കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ള കാര്യം ദീപികയുടെ എഡിറ്റോറിയലിൽ എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലവുമായി ക്രിസ്ത്യൻ മത സംഘടനാ നേതാക്കളുമായും ബിഷപ്പുമാരുമായി അടക്കം BJP പുലർത്തുന്ന സൗഹൃദവും മറ്റുമുണ്ട്. പക്ഷെ അതെല്ലാം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള അടവ് നയമാണ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂർ പാലയൂർ പള്ളിയിൽ മൈക്കിന് അനുമതി വാങ്ങിയില്ലെന്നുള്ള കാരണത്താൽ കരോൾ ഗാനം മുടങ്ങിയ സംഭവം. അതിൽ SI വിജിത്തിനെ വീടിനടുത്തേക്കാണ് സ്ഥലം മാറ്റിയത് എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നു. ഈ സംഭവം സൂചിപ്പിക്കുന്നത് കേരളത്തിലും സംഘപരിവാറിന്റെ പരീക്ഷണങ്ങൾക്ക് തടയിടാൻ കഴിയുന്നില്ല എന്നാണെന്നുള്ള ഒരു വിമർശനവും ദീപിക ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഘപരിവാർ രാജ്യമൊട്ടാകെ വിതച്ച വർഗീയ വിദ്വേഷം അത് കേരളത്തിലും മുളച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മതേതര ചെറുത്തുനിൽപ്പും വെറും അവകാശവാദങ്ങളിൽ ഒതുങ്ങി എന്നുള്ള ഒരു വിമർശനവും ഏതായാലും ദീപിക ഉയർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ, വ്യക്തികളും ചില സംഘടനകളും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് അത് ക്രൈസ്തവ പേരുകളിലുള്ള ക്രൈസ്തവ നാമധാരികളുടെ സംഘടനകളാണ്. ആ സംഘടനകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സംഘടന എന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കാസ അടക്കമുള്ള സംഘടനകൾക്കുള്ള ഒരു പരോക്ഷ വിമർശനമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. എന്തായാലും സംഘപരിവാർ സംഘടനകളെ എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ള വഴി എന്നുള്ള കാര്യവും ദീപികയുടെ എഡിറ്റോറിയൽ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ദീപിക അടുത്ത കാലത്ത് ഈ എഡിറ്റോറിയലിൽ കേരളത്തിലെ BJP സ്വീകരിക്കുന്ന അടവ് നയം അടക്കമുള്ള കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.